അപ്പൊ ആ മഹാനവരുടെ കാലത്ത് ആര് വലിയ ആ വലിയാണ് എന്ന് മഹാനവരുകളാ പറഞ്ഞത്. ആര് വലിയല്ല എന്ന് നമുക്ക് പഠിപ്പിച്ചെന്നു ശൈഖുനാ ശംസുൽ ഉലമയാണ്. വയനാട്ടിലൊരു ഔലിയ മഹാനായ കൽപ്പറ്റ സൂഫിയാജിന്റെ വീട്ടില് അവിടെ പ്രോഗ്രാമിന് ശംസുൽ ഉലമ ചെന്നപ്പോൾ അവിടെ സൂഫിയാജി പറഞ്ഞു, ഇവിടെ ഒരു ഔലിയ ഇരിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമില്. എത്ര ദിവസമായി വന്നിട്ട്? ഒരാഴ്ചയായി. അവനെങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സൂഫിയാജി വരക്കാൻ തുടങ്ങി. ഔലിയന് അവന്ന് വിളിക്കുക. ആരാ വിളിക്കുന്നത്? ശംസുൽ ഉലമ. മോനോട് ഇവിടെ വരാൻ പറയുന്നു. അവന് ശംസുൽ ഉലമ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പൊതുപ്പെട്ടിട്ട് ആ ഔലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി സുലൈമാൻ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള ഔലിയയാണ്. ശൈഖുനായുടെ റൂമിലേക്ക് മീനങ്ങാടി സുലൈമാൻ വന്നപ്പോൾ ശൈഖുനാ ശംസുൽ ഉലമ ചോദിച്ചു, എന്താണ് ചോദ്യം? എടാ, നീ അസർ നിസ്കരിച്ചിട്ടുണ്ടോ? ഇവനാകെ വിറച്ച് ശംസുൽ ഉലമയുടെ സിംഹഗർജനമാണ്. താടി വിറപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ സുലൈമാൻ ഔലിയ തളർന്നുപോയി. സൂഫിയാജിയോട് ശംസുൽ ഉലമ അടിച്ചിറക്കൂ അവനെ. മലയിൽ നിന്ന് ആരാന്റെ കൂട്ടിലെ കോയി തിന്നാൻ നടക്കുന്ന കള്ള ഔലിയ ചമഞ്ഞവനാണ്, അടിച്ചിറക്കൂ അവനെ. അങ്ങനെ അവൻ അടി കിട്ടിയിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു. ഇപ്പം ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്ത് ചാത്തമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ മുസ്ലിം മംഗലല്ല, ചാത്തമംഗലമാണ്. അവിടെയുള്ളൊരു സ്ഥലത്ത് കൂടാരം കെട്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെ ആരും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. ഞാൻ രണ്ട് ചരിത്രം പറഞ്ഞത്, ആര് ഔലിയാണെന്ന് വലിയാണെന്ന് പഠിപ്പിച്ചു തന്നത് ശംസുൽ ഉലമയാണ്. ആര് വലിയല്ല എന്നും പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് മഹാനായ ശൈഖ്